ഇവിടെ ചർച്ചാ വിഷയമാകുന്ന നാളെ മുതൽ ചർച്ചാ വിഷയമാകുന്നത് പിണറായി ഗവൺമെന്റിന്റെ നേട്ടങ്ങളുണ്ടോ, എന്താണ് നിങ്ങളുടെ ഒരു നേട്ടം പറയുന്നൊരു ചോദ്യം സതീശൻ ചോദിച്ചാൽ ഒരു നേട്ടത്തിന് വേണ്ടി പരക്കം പായേണ്ടി വരും. ഇവര് ഒരു നേട്ടം ഇവർ പറയും, വിഴിഞ്ഞം പറയും, സിയാല് പറയും, കണ്ണൂര് പറയും, ഒക്കെ പറയും. പിന്നെ അവസാനം അങ്ങ് പറഞ്ഞത് ഇത്തിരി കടന്ന കൈയായി പോയി. വികസനം പറഞ്ഞുകൂടെ, നേട്ടം പറഞ്ഞുകൂടെ? ഞാനിപ്പോ പെരുമ്പാവൂരിൽ നിന്ന് വരികയാണ്, അവിടെ ഒരു മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ആദ്യന്തം പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ്. എല്ലാവരും പറയുന്നത് അതാണ്. അതിനെ വഴിതെറ്റിക്കാൻ കൂടിയാണ് ഇത്തരം ചില ആരോപണമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇങ്ങനെ ചില അസംബന്ധങ്ങൾ പറയുമ്പോൾ മറുപടി പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ. നേട്ടം തന്നെയാണ് പറയുന്നത്. പിന്നെ അങ്ങ് ചോദിച്ചു നിങ്ങളുടെ ഒരു നേട്ടം പറ എന്ന് പറഞ്ഞു. അത് കഷ്ടമായി പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ച കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ കർണാടകയിൽ 3000-ൽ പരം സർക്കാർ പള്ളിക്കൂടം അടച്ചുപൂട്ടി. കേരളത്തിൽ ഒരൊറ്റ എണ്ണം അടച്ചുപൂട്ടിയില്ല. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സർക്കാർ ഒടുവിലത്തെ സമയത്ത് പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞത് അടിയന്തരമായി 40% സ്കൂൾ പൂട്ടണം എന്നായിരുന്നു. സർക്കാർ സ്കൂൾ ഒറ്റ സ്കൂൾ പൂട്ടിയില്ല എന്നതാണ് ഞങ്ങളുടെ നേട്ടം. പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കൊടുക്കാത്ത നിങ്ങളുടെ കാലത്തിൽ നിന്നും, ഓണം നേരത്തെ വന്നുവെന്ന് പറഞ്ഞ മന്ത്രിയുടെ വങ്കത്തരങ്ങളിൽ നിന്നും, സ്കൂൾ പൂട്ടുന്നതിന് മുൻപേ അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം കൊടുക്കുന്നതിലേക്ക് മാറിയതാണ് ഞങ്ങളുടെ നേട്ടം. ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കടത്തി വെട്ടിയതാണ് ഞങ്ങളുടെ നേട്ടം. ജില്ലാ ആശുപത്രിയുടെ മുകളിൽ മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് എഴുതി വെച്ച് തടി കഴിച്ചിലാക്കിയ സ്ഥാനത്ത് ഇപ്പൊ പത്തനംതിട്ടയിലും അതുപോലെ ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡിലും സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് ദേശീയ അംഗീകാരം നേടിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തതാണ് ഞങ്ങളുടെ നേട്ടം. വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന ചരിത്രത്തിലെ ആദ്യ ചുവടുവയ്പ് ഇന്ത്യയിൽ കേരളത്തിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ നേട്ടം. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്തിയാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമന നിരോധന ഉത്തരവിറക്കി PSC വഴിയുള്ള നിയമനങ്ങൾ മരവിപ്പിച്ചപ്പോ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 3 ലക്ഷം ചെറുപ്പക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയതാണ് ഞങ്ങളുടെ നേട്ടം. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്താണ് ഞങ്ങളുടെ നേട്ടം. 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് അസാധ്യം എന്ന് ഫയലിൽ എഴുതി വെച്ച ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ അവസാനിപ്പിച്ച അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച കൊച്ചി ഇടമൺ പവർ ഹൈവേ പൂർത്തിയാക്കി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 കൊല്ലം സമ്മാനിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഞാൻ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, ശ്രീകുമാർ താങ്കളിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും സ്വരാജ്, ഞാൻ ചോദിച്ചത് ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ്. അതാ വീണ്ടും ഞാൻ ചോദിച്ചത് ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയെ കുറിച്ച്, അല്ലാണ്ട് 4.5 ലക്ഷം പട്ടയവും 5 ലക്ഷം ഏറ്റവും മികച്ച പെൻഷൻ കൊടുക്കുന്നതും സ്കൂൾ പണിയുന്നതും ഒക്കെ ഉദ്യോഗസ്ഥന്മാരാ. കണ്ടില്ലേ ഉദ്യോഗസ്ഥ ഭരണം. കണ്ണൂർ വിമാനത്താവളം പോലെ പറഞ്ഞതിലേക്ക് നമ്മുടെ സമയത്തിന് കഴിഞ്ഞു. ചോദിച്ചത് ശരി, ഫ്ലാഗ്ഷിപ്പാണ് പ്രശ്നം. ശരി ശരി, ഞാൻ പറയാം. അങ്ങോട്ട് പറയുമ്പോ ആദരവോടെ ഒരു കാര്യം വിയോജിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തതെന്നൊന്നും പറയരുത്. അത് ഒരു ചർച്ചയിൽ അങ്ങേക്ക് യോജിച്ചതല്ല. ഇനി ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ എക്കാലത്തെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയല്ലേ ഗവൺമെന്റിന്റെ തുടർച്ചയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ തിരുത്തി ഞങ്ങൾ എന്നാണ്. 40% സ്കൂളുകൾ അടച്ചുപൂട്ടാൻ റിപ്പോർട്ട് എഴുതിയവരിൽ നിന്ന് ഒറ്റ പള്ളിക്കൂടം അടച്ചുപൂട്ടാൻ പാടില്ല എന്നും എല്ലാ ക്ലാസ് മുറിയും സ്മാർട്ട് ക്ലാസ് മുറി ആക്കണമെന്നും തീരുമാനിച്ച ആ മാറ്റമാണ് പറഞ്ഞത്. ഇനി ഫ്ലാഗ്ഷിപ്പിലേക്ക് വരാം. ഈ നമ്മുടെ ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാണ് ഗാർഡിയൻ ദിനപത്രം കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിന്റെ ഒടുവിൽ എഴുതിയ ഒരു വാചകം, ബ്രിട്ടനിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ കേരളത്തെ മാതൃകയാക്കണമെന്ന. ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ഇന്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കാൻ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് സൗജന്യമായും സൗജന്യ നിരക്കിലും ഇന്റർനെറ്റ് സേവനങ്ങൾ കൊടുക്കുന്ന കെ ഫോൺ ഇപ്പോ നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞതാണ്.
ഇപ്പോൾ വ്യാപകമായി കണക്ഷൻ കൊടുത്തു വരുന്നു. ലക്ഷക്കണക്കിന് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ് 190 കൊല്ലം ഇന്ത്യ ഭരിച്ച ബ്രിട്ടനിലെ ഒരു ആധികാരികതയുള്ള പത്രം പ്രശംസിച്ചുകൊണ്ടും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഇത് മാതൃകയാക്കി ബ്രിട്ടനിലും ഇന്റർനെറ്റ് സേവനം പൗരന്മാർക്ക് സൗജന്യ നിരക്കിൽ കൊടുക്കുന്ന പദ്ധതി വേണം എന്നും എഴുതിയത്. ഇനി ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം വേറെ വേണോ നിങ്ങൾക്ക്? അങ്ങ് ഇത് അംഗീകരിക്കണ്ട രാഷ്ട്രീയം കൊണ്ട്. മാറ്റം കാണണം. ഒരു സാമ്പിൾ കൂടി അത് ഞങ്ങൾക്ക് വേണ്ടി. ഇത് സജീവന് വേണ്ടിയിട്ട്, ശ്രീ സജീവന് വേണ്ടിയിട്ട് എവിടെയാ ഉള്ളത്? ശ്രീ സജീവന് വേണ്ടി ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി കൂടി പറയാമോ സ്വരാജ്? കെ ഫോൺ എവിടെയാന്നൊക്കെ ചോദിക്കുക. കെ ഫോണിന് നെറ്റ് കിട്ടാത്ത സ്കൂളുകളൊക്കെ BSNL മാറി. പറയുന്നത് കെ ഫോൺ എവിടെയാ ഉള്ളതെന്ന്. കെ ഫോണിന് നെറ്റ് കിട്ടാഞ്ഞിട്ട് സ്കൂളുകളൊക്കെ BSNL മാറി. അങ്ങ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വേണമെങ്കിൽ നമുക്കിങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ കെ ഫോൺ ആദ്യ ഘട്ടം ഓഫീസുകളിലായിരുന്നു, രണ്ടാം ഘട്ടം വീടുകളിലാണ്. വീടുകളിൽ ഇപ്പോൾ കെ ഫോൺ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും അതിന് തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ബാലാരിഷ്ടതയാവും. അങ്ങ് ഈ പദ്ധതിയൊന്നും തള്ളി പറയരുത്. ലോകം മുഴുവൻ അംഗീകരിച്ച മഹത്തായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയൊന്നും അങ്ങ് തള്ളി പറയരുത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യഹൃദയം ഒരു ജില്ലാ ആശുപത്രിയിൽ മാറ്റിവെച്ചത് അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ത്യയിൽ ആദ്യമായി. നിങ്ങൾ കത്രിയ വയറ്റിലായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ലോകത്തിൽ ഈ ക്ലിനിക്കൽ നെഗ്ലിജൻസ് ഏത് വികസിത രാജ്യത്തും നമുക്ക് കാണാൻ പറ്റും. തെറ്റുപറ്റിയാൽ തിരുത്തുക, നടപടി സ്വീകരിക്കുക, ആവർത്തിക്കാതിരിക്കുക, നഷ്ടപരിഹാരം കൊടുക്കുക, അതല്ലേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ, ഞാനിപ്പോൾ എറണാകുളത്തു നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, എറണാകുളം ജില്ലാ ആശുപത്രിയിൽ മനുഷ്യ ഹൃദയം മാറ്റിവെച്ചു. മാറ്റമല്ലേ? വാട്ടർ മെട്രോയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. കഴിഞ്ഞ മാസം ഞാൻ വായിച്ചൊരു വാർത്ത, ഈ വാട്ടർ മെട്രോയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലെ 20 വൻനഗരങ്ങളിൽ കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ജല മെട്രോ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നാണ്. കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ്. നമ്മുടെ മഹത്തായ ഒരു നേട്ടം കണ്ടിട്ട് രാഷ്ട്രീയ കാരണം കൊണ്ട് നിങ്ങൾ എതിർത്തോ, പക്ഷെ നാട്ടിലുണ്ടായ മാറ്റം കാണരുത്. ജല മെട്രോ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? കെ ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? ലൈഫ് പദ്ധതി ഒരു ഫ്ലാഗ്ഷിപ്പ് അല്ലേ? നമ്മൾ കള്ളക്കണക്ക് പറയുന്നതിലൊന്നും അർത്ഥമില്ലല്ലോ. ഇപ്പൊ അദ്ദേഹം പറയുന്നു, മറ്റേ പ്രതിപക്ഷ നേതാവ്, ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നില്ല, അദ്ദേഹം വന്ന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ദുഃഖമേ ഉള്ളൂ. രേഖകളും കണക്കുകളും വെച്ച് നമ്മൾ സംസാരിക്കാം. 4 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തത് ഒരു ചെറിയ കാര്യമാണോ? അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അങ്ങ് ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തല്ലേ നായനാർ ഗവൺമെന്റ് തുടങ്ങിയത്? സിലിക്കൺ വാലി സന്ദർശിച്ചതിന്റെ ഗുണഫലമാണത്. ആ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അത് കൊൽക്കത്തയിലല്ല, മുംബൈയിലല്ല, ഡൽഹിയിലല്ല, നമ്മുടെ തിരുവനന്തപുരത്താണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു നേട്ടമല്ലേ? മഹാവ്യാധിയിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടതാണ് ഒരു പാഠം. ഇനി ഭാവിയിൽ ഒരു മാറാവ്യാധി പൊട്ടിപ്പുറപ്പെട്ടാൽ ആ വൈറസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും അതിന്റെ വാക്സിൻ വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനും ഒക്കെ നമുക്ക് സ്വന്തമായി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന ആവശ്യം സാക്ഷാത്കരിക്കപ്പെട്ടതാണ്. സാഹചര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാനാണ് നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചത്. അതായത് ശ്രീ സജീവൻ ഇപ്പോൾ ഇരുന്ന് ആലോചിച്ച മുഴുവൻ ഇതല്ലേ? ശ്രീകുമാർ സാറ് മനസ്സിൽ കാണുന്നുണ്ടാവും, ഇത് എന്റെ ഐഡിയ ആയി പോയി എന്ന് പറഞ്ഞു. വികസനമൊക്കെ ഈ ചർച്ചയിലേക്ക് എടുത്തിട്ട് സ്വരാജ് ഒരു 100,000 ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയാത്തത് ചിലത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇപ്പോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പദ്ധതിയൊന്നും അല്ലത്. അല്ല, ഞാൻ തർക്കിക്കണില്ല. ഇതൊന്നും ഫ്ലാഗ്ഷിപ്പ് പദ്ധതി. അതുപോട്ടെ, ഞാൻ സ്വരാജ് അദ്ദേഹം നേതാവാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അത്രേ ഉള്ളൂ, അത്ര വിചാരിച്ചാൽ മതി. എന്താണ് സജീവൻ? ഇല്ല, ശ്രീകുമാർ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത് വിമാനത്താവളം മാത്രമാണെന്ന് പറയുന്നത്. അതിനേക്കാൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു കിടപ്പാടം കിട്ടുക എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ട ഫ്ലാഗ്ഷിപ്പ് പദ്ധതി. തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം കാര്യങ്ങൾ എനിക്ക് നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ ഞാൻ ഇതിനിടയിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്, ശ്രീകുമാർ ഒരു കാര്യമില്ലാതെ ഒരു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാരെ കേൾപ്പിക്കാൻ ഒരു അവസരം കൊടുത്തു സുരാജിനെന്നാണ്. സുരാജ് അത് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. എന്തിനായിരുന്നു ഈ ഒരു മൂലയിൽ കിടന്ന് മഴ എടുത്ത് സ്വന്തം കാലിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ല സ്വരാജ്, ഈ ഫ്ലാഗ്ഷിപ്പിൽ പെടുത്തുന്നതാണോ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെയോ അതോ അതിന് മുകളിലാണോ? ഒറ്റ സെക്കൻഡ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, സമയമുണ്ടോ? അതിദാരിദ്ര്യം പറ, അങ്ങനെയാണെങ്കിൽ പറ. അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. പറയട്ടെ, അത് തന്നെ പറയാം. പറഞ്ഞോളൂ.
അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാ 102 അല്ലേ? 123 രാജ്യങ്ങളുള്ള ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ 102 അല്ലേ? പട്ടിണി മരണങ്ങളുടെ കാര്യത്തിലല്ലേ ഇപ്പൊ നമ്മുടെ രാജ്യം തലകുനിച്ച് നിൽക്കുന്നത്? അവിടെ അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയൊരു കാര്യമാണോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങോ ഞാനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ നമ്മുടെ അറിവിൽപ്പെട്ടവരോ അയൽവക്കക്കാരോ നാട്ടിലുള്ളവരോ വാർഡിലുള്ളവരോ പട്ടിണി കിടക്കുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടോ? ഉണ്ടായിരുന്നല്ലോ. അത് 4.5 കൊല്ലം നീണ്ടു നിന്ന പ്രക്രിയയിലൂടെയല്ലേ ഓരോന്നായി അരിച്ചെടുത്ത് അവരുടെ അവശതയുടെ കാരണം കണ്ടെത്തി അവരെ അത്യാവശ്യ ജീവിത കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഏർപ്പെടുത്തിയത്. അതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണോ? ഈ കഴിഞ്ഞ 2025 കേരളം കാണാൻ വേണ്ടി കേരളത്തിന് പുറത്തുനിന്ന് കേരളത്തിലേക്ക് വന്ന സഞ്ചാരികളുടെ എണ്ണം 1,30,00,000 1,30,00,000. എല്ലാവരും മൂന്നാറും കുമളിയും തേക്കടിയും കുമരകവും കോവളവും കാണാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ളവരുണ്ട് നല്ലൊരു പങ്ക്. കേരളത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും പകർത്താനും ലോകം മുഴുവൻ കാതോർത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അത് അങ്ങേക്ക് ഞാൻ ചോദിക്കട്ടെ, ശിശുമരണ നിരക്കിൽ അമേരിക്കയുടേത് 5.6 കേരളത്തിൻ്റെത് 5. ആ നേട്ടം രാഷ്ട്രീയ വിരോധം കൊണ്ട് കാണാതിരിക്കരുത്, അത്രേ എനിക്കുള്ളൂ. നമ്മുടെ നാടിനൊരു വിജയം ഉണ്ടാകുമ്പോൾ അത് LDF ഗവൺമെന്റ് ഭരിക്കുകയാണല്ലോ എന്നോർത്തത് കാണാതിരിക്കരുത്. LDF ഭരണത്തിലുണ്ടെന്നുള്ളതുകൊണ്ട് കേരളം തൊലഞ്ഞു പോകണം എന്നാഗ്രഹിക്കരുത്. നമ്മുടെ നാടല്ലേ ഒന്നുമല്ലെങ്കിൽ രക്ഷപ്പെടട്ടെ. ഞാനും ആലോചിച്ചതാണ്, ഈ കാലയളവിൽ കേരളത്തിന്റെ ഒരു നേട്ടത്തെയും കേരളത്തിന്റെ പ്രതിപക്ഷം അക്നോളജ് ചെയ്തിട്ടില്ല. ശ്രീകുമാർ, നമുക്ക് ചർച്ച നീട്ടണ്ട, പക്ഷെ അങ്ങനെ ഒരു ഫീല് കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിന് നൽകിയിട്ടുണ്ട്. ശ്രീകുമാർ, നോക്കൂ ശരത്തെ, നമ്മൾ ഈ ചർച്ച നീണ്ടു എന്നാണ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ചർച്ച ഒരു നല്ല ചർച്ചയായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനീ പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സ്വരാജ് പറഞ്ഞു. അതിൽ അദ്ദേഹം ദൈനംദിന പ്രവർത്തനങ്ങളല്ല ഇതൊന്നും പറഞ്ഞു. പക്ഷേ വലുതേ ഇതൊക്കെ ഒരു ദീർഘവീക്ഷണത്തോടെ വലിയ പരിപാടികളോടെ മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിച്ചതല്ലേ എൻ ശ്രീകുമാർ? അല്ലാതെ സർ ഉദ്യോഗസ്ഥര് ഫയലിൽ ഉത്തരം പറയട്ടെ. ഒരു ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് വെച്ചാൽ ആ പദ്ധതി ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അത് അദ്ദേഹം പറഞ്ഞ K-ഫോണും അതുപോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. K-ഫോണിന്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് പൂർത്തിയാക്കാൻ പറ്റാഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ ഗവൺമെന്റ് അത്. കാരണം കൂടുതൽ പേരുണ്ടോ എന്ന് അറിയാനായിട്ട്. പട്ടിണിയൊക്കെ ഉണ്ട് ഈ നാട്ടില്, അതൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ല, നമുക്ക് ചിലരെ പറഞ്ഞ് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും, അത് നമ്മുടെ പണിയുമല്ല. പക്ഷേ സാറിനെ അത് കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ പണിക്കില്ല, നിർത്തി. പക്ഷേ ദാരിദ്ര്യം എന്ന് പറയുന്നു, അതിദാരിദ്ര്യം എന്ന് പറയുന്നത് രണ്ടവസ്ഥകളാണ്. പോട്ടെ, ഞാനതിനില്ല, തർക്കത്തിനില്ല. ശരത്തെ, എനിക്ക് സ്വരാജും പറഞ്ഞതിന് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. ആശുപത്രി കാര്യം പറയുമ്പോൾ കൈപോയ പെൺകുട്ടിയുടെ കഥ ഞാൻ പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ സാധാരണ ഇതിൽ പറയില്ലാണ്. ആശുപത്രിയിലെ വിജയവും പരാജയവും ഒക്കെ ഡോക്ടർമാരെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് ഇതാ, ഞങ്ങളുടെ കാലത്ത് ഇതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മെട്രോ ഉണ്ട്, കരുണാകരന്റെ കാലത്ത് അങ്കമാലി വിമാനത്താവളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കണ്ണൂർ വിമാനത്താവളം ഉണ്ട്, സീപ്ലെയിൻ ഇവർ എതിർത്ത് അവസാനം സീപ്ലെയിൻ ഇവർ പിന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു അതൊക്കെ വിഴിഞ്ഞം പദ്ധതി അതൊക്കെയാണ് പറഞ്ഞത്. അവിടെ സ്വരാജ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, പ്ലീസ് കൺക്ലൂഡ് ചെയ്യാം. അതിനു മുമ്പ് സജീവൻ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരുന്നു. അതായത് പ്രതിപക്ഷം, കേരളത്തിന്റെ പ്രതിപക്ഷം ഒരു സിംഗിൾ പോയിന്റിൽ പോലും കേരളത്തിന്റെ, ഞാൻ പിണറായി സർക്കാർ എന്നൊക്കെ, കേരളത്തിനുണ്ടായിട്ടുള്ളൊരു മാറ്റമുണ്ടല്ലോ, മികവുണ്ടല്ലോ, അത് ഈ കാലത്ത് ഒരു റിയാലിറ്റിയാണ്. ഒന്നിനെ പോലും അംഗീകരിക്കാൻ മനസ്സ് കാട്ടാത്തവരാണോ? എന്റെ ശരത്തെ, 10 വർഷം ആയിട്ട് ഭരണത്തിലില്ലാത്തൊരു മുന്നണി, ആ മുന്നണിക്ക് ഇതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിനടുത്ത 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഭരണം കിട്ടുമോ? സ്വരാജ്, കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഇതേ പോയിന്റ് ജനത്തിന്റെ മുമ്പിൽ ഉള്ളതാണോ? പ്രതിപക്ഷത്തിനെ കുറിച്ചുള്ള വിലയിരുത്തലിൽ അവരുടെ സമീപനം അവസാനിപ്പിക്കാം, വേഗം അവസാനം. ഞാൻ അദ്ദേഹത്തോടൊരു തർക്കത്തിന് നിൽക്കുന്നില്ല, ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരു സന്ദർഭമാകുമ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. പക്ഷെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ തുടക്കം ഇവിടുന്നാണ്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടക്കം ഇവിടുന്നാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ഘട്ടത്തിൽ അദാനിക്ക് അടിയറ വെച്ചപ്പോഴല്ലേ ഞങ്ങൾ എതിർത്തിട്ടുള്ളൂ. ആ കരാറിന്റെ വ്യവസ്ഥകൾ അങ്ങ് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷെ ഊരാത്ത ഒരു കുടുക്കിൽ തല കൊണ്ടുവച്ചത് കൊണ്ട് പിന്നെ മുന്നോട്ട് പോയേ മാർഗമുള്ളൂ.
വിഴിഞ്ഞം തുറമുഖത്തിന്റെയും കണ്ണൂർ വിമാനത്താവളത്തിന്റെയും തുടക്കം, അതിന്റെ മുൻപോട്ടുള്ള പോക്ക്, ഒടുവിൽ എത്തി നിൽക്കുന്നത്, ഇത് പല സർക്കാരുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ UDF സർക്കാരാണോ ഈ ആശയം കൊണ്ടുവന്നതും അതിന്റെ ആദ്യ നടപടികൾ സ്വീകരിച്ചതും തുടക്കം കുറിച്ചതും? ഇനിയിപ്പോ അവസാനിപ്പിച്ചത് നിങ്ങളാണോ? എന്തായിരുന്നു കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്? ഓർമ്മയുണ്ടോ ഉദ്ഘാടനം ചെയ്തത്? റൺവേയുടെ പണി പൂർത്തിയാകാതെ ഒരു വാടകയ്ക്കെടുത്ത മറ്റേ ആർമിയുടെ ഒരു ചെറു വിമാനം കൊണ്ടുവന്ന് ഒരു ഷോ കാണിച്ചതെല്ലാം നമ്മുടെ മുൻപിലുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ പറയുന്ന അങ്ങ് പറഞ്ഞ പദ്ധതികളെല്ലാം പല ഗവൺമെന്റുകളുടെ കാലത്തൂടെ കടന്നു വന്നതാണ്. തുടർച്ചയായി 2 ടേം ഭരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാവാം ഒട്ടേറെ കാര്യങ്ങൾ ഈ ഗവൺമെന്റിന് തന്നെ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും സാധിച്ചു. പിന്നെ അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് പറഞ്ഞാൽ അങ്ങ് ദയവായി ചർച്ച കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന് ധരിക്കരുത്. ഞാൻ വിനയത്തോടെ പറയുന്നു. കാരണം 60,000-ൽ പരം കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി സൂക്ഷ്മ സർവേ നടത്തി കണ്ടെത്തിയത്. ആ ആളുകളെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിച്ചാൽ എന്തുകൊണ്ട് വീണ്ടും ആളുകൾ ഉണ്ടായിക്കൂടാ? സ്വാഭാവികമല്ലേ? അതിനുശേഷം വേറെ ഏതെങ്കിലും വീടുകൾ ആലംബമില്ലാത്തവരായി കുടുംബങ്ങൾ മാറില്ലേ? അപ്പൊ അവരെയും സംരക്ഷിക്കേണ്ടി വരും. ഇത് കുറെ കാലം തുടരേണ്ടി വരും. പക്ഷെ ആ സ്റ്റെപ്പ് നമ്മൾ സ്വീകരിച്ചു. ആ മഹത്തായ ചുവടുവയ്പ് നടത്തി അതിദാരിദ്ര്യം ഇല്ലാതാക്കി. ഇനി ആരെങ്കിലും അതിദരിദ്രരായി ജീവിത സാഹചര്യങ്ങളാൽ വരുന്നുവെങ്കിൽ അവരെയും നമ്മൾ സംരക്ഷിക്കും. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? എന്തിനാണ് വലിയ നേട്ടങ്ങളെ നമ്മൾ വില കുറയ്ക്കാനും വീഴ്ത്താനും പോകുന്നത്? ഏതായാലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഒരു കാര്യം ചൂണ്ടിക്കാട്ടാമോ, ഒരെണ്ണമെങ്കിലും ചൂണ്ടിക്കാട്ടാമോ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന നിലയിൽ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ മനസ്സിലാലോചിച്ചത് സ്വരാജ് പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ വികസനത്തിന്റെ ഒരു പൂവാണ് സ്വരാജിനോട് ശ്രീകുമാർ ചോദിച്ചത്. ഒരു പൂക്കാലം തന്നെയാണ് സ്വരാജ് തിരിച്ച് സമ്മാനിച്ചത്.